ഇസ്ലാം എന്തുകൊണ്ട് പലിശ നിഷേധിച്ചു, നിരോധിച്ചു എന്ന് പറയുന്നതിന് വളരെ മനോഹരമായ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ മഹാന്മാർ വിവരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലല്ലോ ബാങ്കിന് പലിശ കൊടുക്കാൻ, എനിക്കിഷ്ടമാണ്, ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കുകയാണ് ബാങ്കിന്, അതിന് ഹറാമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഹറാമ് തന്നെയാണ്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഒരു നിയമത്തെ നമുക്കായിട്ടങ്ങ് സാങ്ഷൻ ചെയ്യാനുള്ള അധികാരമില്ല എന്നതാണ്. ഒരു പാവപ്പെട്ടവനൊരു ദുരിതം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ അത് മുസ്ലിമീങ്ങൾ കൂട്ടായി അതിനെ അവരെ സഹായിച്ച് പരിഹരിക്കേണ്ടതാണ്. ഒരു മനുഷ്യൻ്റെ ദൗർബല്യം, ഒരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയെ നിങ്ങൾ ചൂഷണം ചെയ്യരുത്. ഇതാണ് ദീൻ പറയുന്നത്. ഒരാൾക്ക് പൈസ ആവശ്യമുണ്ട്, പലിശക്ക് തന്നാലും ഇല്ലെങ്കിലും അയാൾക്കത് ആവശ്യമുണ്ട്. നിർബന്ധ സാഹചര്യം അങ്ങനെയാണെങ്കിൽ പലിശയെങ്കിൽ പലിശ കിടക്കട്ടെ എന്ന് വിചാരിച്ചൊരു മനുഷ്യൻ നൽകുന്നത് ഒരുപക്ഷെ അള്ളാഹുവും അവരും തമ്മിലുള്ള അവരുടെ ബന്ധം, അല്ലെങ്കിൽ എന്താണ് റബ്ബിൻ്റെ മുമ്പിൽ അവർക്ക് പറയാനുള്ള കാരണം, അത് വെച്ച് അള്ളാഹുദിനെ ചോദ്യം ചെയ്യും, അതിൻ്റെ വിചാരണ നടക്കും. പക്ഷേ ഒരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയെ മുതലാളിമാർ ചൂഷണം ചെയ്യാൻ പാടില്ല. സൗഹൃദ ബുദ്ധിയാ സഹായിക്കേണ്ടവരാണ്. അതിനാണ് കടം കൊടുക്കുക എന്ന് പറയാം. കടം കൊടുക്കുന്ന ആളുകൾ അവർ എത്ര കാലം ആ കടം അവർക്ക് തിരിച്ചു കിട്ടാതെ ലേറ്റായി പോകുന്നുണ്ടോ അത്രയും കാലം അവർ ആ കൊടുത്ത സംഖ്യ ദാനം ചെയ്തതിൻ്റെ കൂലി ഓരോ ദിവസവും അള്ളാഹു നൽകുമെന്നാണ്. ആലോചിച്ച് നോക്കി, എത്ര വലിയ പ്രതിഫലമാണ്. അള്ളാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വസ്തരായ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ കടം കൊടുത്തോ. കടം വാങ്ങിച്ചവർ തിരിച്ചു കൊടുക്കണം, അത് മറ്റൊരു ബാധ്യതയാണ്. ഇന്ന് കടം കൊടുത്ത ആൾക്ക് പേടിയും വാങ്ങിച്ച ആൾക്ക് ഒരു പേടിയില്ലാണ്ട് നടക്കുന്ന കാലമാണ്, അല്ലേ? കൊടുത്ത ആൾ എൻ്റെ പൈസ തിരിച്ചു തരാനായില്ലേ എന്ന് ചോദിച്ചാൽ, അതും അവധി കഴിഞ്ഞ് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും, ചോദിച്ചാൽ പിന്നെ ഈ കൊടുത്തോനെ നെഞ്ചത്ത് കയറുന്ന കാലമാണ്, അല്ലേ? ദാനം ചെയ്യുന്നവർക്കത് ചെയ്യാൻ പറ്റാത്ത വിധം നമ്മുടെ ചുറ്റുപാടുകൾ അധാർമികത കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഒരു കാലം. തീർച്ചയായും ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ്. ഇസ്ലാം പറയുന്നു, നിങ്ങൾ പരസ്പരം സഹായിക്കേണ്ടവരാണ്, ചൂഷണം ചെയ്യേണ്ടവരല്ല. 1000 രൂപ കടം കൊടുത്താൽ ആ 1000 തിരിച്ചു വാങ്ങേണ്ടത്. എനിക്ക് 1100 വേണം എന്ന് ഡിമാൻഡ് ചെയ്യുകയോ ആവശ്യപ്പെടുകയോ സൂചന നൽകുകയോ ചെയ്യുന്നത് പോലും പലിശയാണ്. അത് നമ്മൾ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും പലിശയാണ്. അള്ളാഹു ഹറാമാക്കി നമുക്കിങ്ങനെ സാങ്ഷനാക്കാൻ പറ്റും? സ്വർണത്തിന്റെ മാറ്റക്കച്ചവടം അങ്ങനെയാണ്. പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങിക്കുമ്പോൾ ഈക്വൽ ആയിരിക്കണം എന്നാണ്. 10 ഗ്രാം പഴയ സ്വർണം കൊടുത്താൽ 10 ഗ്രാം പുതിയ സ്വർണം അവർക്ക് കിട്ടണം. അത് 8 ആവരുത്, 7 ആവരുത്, 9 ആവരുത്. എന്തെങ്കിലും ഡിഫറൻസ് വരുന്നു എന്ന പ്രശ്നം തോന്നുന്നുണ്ടോ? നിങ്ങളുടെ പഴയ സ്വർണം കൊടുത്തതിന്റെ കാശ് വാങ്ങിച്ചിട്ട് ആ കാശ് കൊണ്ട് പുതിയ സ്വർണം വാങ്ങിക്കണം എന്നാണ്. എന്നല്ലാതെ എക്സ്ചേഞ്ച് നടക്കുമ്പം പോലും ഏറ്റ വ്യത്യാസം അൽ ബുർറു ബിൽ ബുർ, ഗോതമ്പിന് ഗോതമ്പ്, ഈത്തപ്പഴത്തിന് ഈത്തപ്പഴം. അത് വിവിധ ക്വാളിറ്റിയുള്ള ഈത്തപ്പഴങ്ങളായിരിക്കാം, എന്നാൽ പോലും 2 കിലോ ഈത്തപ്പഴം ഏത് ഐറ്റമാണെങ്കിലും അതിന് 2 കിലോ തന്നെ കൊടുക്കണം. ഏറെ കൊടുക്കുന്നത് ഐനുർ റിബ, അത് പലിശയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ സങ്കീർണമായൊരു വിഷയമാണ്. ഏത് വിഷയത്തിനും പണയപ്പെടുത്ത്, ഏതിനും ബാങ്കിലേക്കൂടെ. നബി തങ്ങൾ പറഞ്ഞൊരു കാലഘട്ടം വരും, പലിശയങ്ങ് കൂടിയിട്ട് വേണ്ട എന്ന് വിചാരിച്ചാൽ പോലും പലിശയുടെ ഗുബാർ, അതിൻ്റെ പൊടിയെങ്കിലും നിങ്ങളുടെ ദേഹത്ത് തട്ടുന്നൊരു കാലം വരും. ചിലപ്പോഴൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്, കാശ് കൊണ്ടുപോയാൽ കറൻസി എടുക്കൂല, ക്രെഡിറ്റ് കാർഡ് കൊടുക്കേണ്ടി വരും, ഡെബിറ്റ് കാർഡ് കൊടുക്കേണ്ടി വരും. അതേതെങ്കിലും ബാങ്കുകളുടേതായിരിക്കും. ഇസ്ലാമിക് ബാങ്കുകൾ തന്നെ എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. മനുഷ്യൻ ഗതി കെട്ടുപോകുന്നൊരു കാലമാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലൊക്കെ സാധനങ്ങൾ വിൽക്കുമ്പോൾ, എനിക്കിപ്പോൾ അറിയില്ല, മുമ്പ് ഇന്ത്യൻ കറൻസി കൊടുത്തെടുക്കൂല, ദിർഹമും ദീനാറും റിയാലൊക്കെ എടുക്കും, ഡോളറും യൂറോ ഒക്കെ എടുക്കും, പക്ഷേ ഇന്ത്യൻ രൂപ എടുക്കാറില്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ ടാറ്റ എടുത്തതിന് ശേഷം ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്ത് മനുഷ്യൻ നിർബന്ധ സാഹചര്യം കാർഡ് കൊടുക്കണം. ബോർഡറുകൾ, രാജ്യത്തിൻ്റെ ബോർഡറുകൾ, എമിഗ്രേഷൻ ചെക്ക് പോയിന്റുകളിൽ കാശ് എടുക്കൂല, കാർഡേ സ്വീകരിക്കും, ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ മാത്രമേ സ്വീകരിക്കൂ. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. മനുഷ്യൻ വേണ്ടെന്ന് വെച്ചാൽ പോലും അതിൻ്റെ പൊടിയെങ്കിലും ദേഹത്ത് വരും. അല്ലെങ്കിൽ ആ ബാങ്കുകളുടെ ഓഫറുകൾ എടുക്കേണ്ടി വരും. ചില മൈൽസ്, ചില പോയിന്റുകൾ എന്ന് പറഞ്ഞ് ആ പോയിന്റുകൾ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അതിന് ഗിഫ്റ്റായിട്ട് ഇത്ര ഡിസ്കൗണ്ട്,
അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഈക്വൽ എമൗണ്ട് എത്ര നിങ്ങൾ ക്രെഡിറ്റ് ആവുന്നു, വേണ്ടെന്ന് വെച്ചാൽ പോലും മനുഷ്യൻ്റെ ദേഹത്തേക്ക് പലിശ വന്ന് വീഴുന്ന ഒരു കാലം. വിശുദ്ധ ഇസ്ലാം പറയുന്നു, അള്ളാഹു നിങ്ങളോട് പരസ്പരം സഹായിക്കാനാ പറഞ്ഞത്, ചൂഷണം ചെയ്യാനല്ല. നമ്മളെല്ലാവരും കൂട്ടമായി ഒരു സംഖ്യ സ്വരൂപിച്ച് എല്ലാവരുടെയും പൊരുത്തത്തോടുകൂടെ അത് ഒരാൾക്ക് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ മാഷാ അല്ലാഹ് ഒരു കുഴപ്പമില്ല. പക്ഷേ ഏതെങ്കിലും ഒരാൾക്ക് പൊരുത്തക്കേടുണ്ടെങ്കിൽ, സമ്മതമില്ലെങ്കിൽ ആ കാശ് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. സമ്പത്ത് അതിൻ്റെ വിനിയോഗം വളരെ കർക്കശമായും കണിശമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയുടെ വിപത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പലിശയില്ലാതെ ഹലാല് കൊണ്ട് മനുഷ്യന് പ്രശ്നപരിഹാരം നടത്തുന്ന ഒരു സംവിധാനം, പലിശരഹിത വായ്പാ പദ്ധതികൾ നമ്മുടെ മഹല്ലുകളിൽ സാധ്യമാകുന്നിടത്തൊക്കെ നിർബന്ധമായും അനിവാര്യമായും അത് കൊണ്ടുവരണം. പലിശയുടെ മറ്റൊരു വിഷയം വിശുദ്ധ ഇസ്ലാം കാണുന്നത്, മനുഷ്യൻ പണിയെടുക്കാതിരിക്കും. കാശ് 1,00,000 കയ്യിലുണ്ട്, അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നല്ലാതെ ഒരു ക്രിയേറ്റിവിറ്റി സമൂഹത്തിൽ ഇല്ലാതെ പോകും. ഒരാളും പണിയെടുക്കൂലല്ലോ. ജോലി ചെയ്തെങ്കിലല്ലേ, അധ്വാനിച്ചെങ്കിലല്ലേ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂ. ഇത് കാശ് വെച്ച് കാശിനെ പെരുപ്പിക്കുന്ന പരിപാടി മനുഷ്യർക്കിടയിൽ ക്രിയേറ്റിവിറ്റി ഇല്ലാതെയാക്കും. ഇത് ഇസ്ലാമിൻ്റെ ഒരു വീക്ഷണമാണ്. എത്ര മനോഹരമാണത്. എല്ലാവരും കയ്യിൽ കാശം വെച്ചിട്ട് വീട്ടിലിരിക്കാൻ, ആരും ഒരു പണിയും ചെയ്യാത്ത അവസ്ഥ വരില്ലേ? അത് അള്ളാഹുവിന് ഇഷ്ടമല്ല. അത് മാത്രമല്ല, അധ്വാനിക്കാത്ത സമ്പത്ത് വിഴുങ്ങുന്നതും പടച്ചവന് ഇഷ്ടമല്ല. മെഡിക്കൽ ഇൻഷുറൻസിനെ സംബന്ധിച്ചൊക്കെ ചോദിക്കും, ഗൗരവമുള്ള വിഷയമാണ്. മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു രോഗവുമില്ലാതെ 1 വർഷം കഴിഞ്ഞു പോയേക്കാം. നിങ്ങൾ അടക്കുന്ന പൈസ, നിങ്ങളുടെ അതിൻ്റെ എമൗണ്ട് എത്രയാണോ, നിങ്ങൾ 5,000-നോ 10,000-നോ 50,000-നോ ഒരു പോളിസി നിങ്ങൾ എടുത്തു എന്ന് വിചാരിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ആശുപത്രി പോകേണ്ട കാര്യമൊന്നും വരില്ല. പക്ഷെ നിങ്ങളുടെ ഈ പൈസ ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റാളുകൾക്ക് അവരുടെ ചികിത്സയ്ക്ക് പേ ചെയ്യുന്നത്. 5 ലക്ഷം 10 ലക്ഷമൊക്കെ എമൗണ്ട് വരുന്ന മെഡിക്കൽ ഫീസ് അവർ കൊടുക്കുന്നത് അത് പോളിസി എടുത്ത മുഴുവൻ ആളുകളുടെയും പൈസയിൽ നിന്നാണ്. എന്നാൽ ഈ പോളിസി സ്വീകരിക്കുന്ന മുഴുവൻ ആളുകളും ഓരോരുത്തരും എൻ്റെ ഈ കാശ് കൊണ്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് എനിക്ക് വിരോധമില്ല എന്ന് ഓരോരുത്തരും സമ്മതം പറയുന്ന പക്ഷം, അങ്ങനെയാണ് അതിൻ്റെ പോളിസിയെങ്കിൽ ശരീഅത്ത് പ്രകാരം വിരോധമില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് ഇത്ര ലാഭമുണ്ട് എന്ന് മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ. നിങ്ങളുടെ കാശെടുത്ത് ഞങ്ങൾ കൊടുക്കുന്നു, അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങൾക്ക് പൊരുത്തമാണോ? ഞങ്ങൾ ഹലാലല്ലാത്തൊരു ബിസിനസ്സും ഈ എമൗണ്ട് കൊണ്ട് ചെയ്യില്ല. ഇത് കൂട്ടമായൊരു ഫണ്ട് ശേഖരണമാണ്. ആ രീതിയിൽ ചെയ്യാം. കൂട്ടമായ ഫണ്ട് ശേഖരണം എല്ലാവർക്കും പൊരുത്തമാണ്. അതെടുത്തുകൊണ്ട് നമ്മൾ ആളുകളെ സഹായിക്കുന്നു, എല്ലാവർക്കും സമ്മതമാണ്. അങ്ങനെ പൊരുത്തമുണ്ടെങ്കിൽ മാത്രമേ ശരീഅത്തിന് അംഗീകാരം നൽകുള്ളൂ. ഒരാൾക്കെങ്കിലും എൻ്റെ പൈസ വേറെ ആൾക്ക് കൊടുക്കുന്നു, എനിക്ക് വേണ്ട, എനിക്കിഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിൽ ആ കാശിൻ്റെ ഉപയോഗം നമുക്ക് പാടില്ല. ഇങ്ങനെ ശരീഅത്തുൽ ഇസ്ലാം കർക്കശമായി സബ്ഉൽ മൂബിഖാത്ത്, നരകത്തിലേക്ക് മുക്കിക്കളയുന്ന, അള്ളാഹുവിൻ്റെ അദാബിലേക്ക് മുക്കിക്കളയുന്ന വൻപാപങ്ങളിൽ എണ്ണിയതാണ് പലിശയെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അത് നമ്മൾ എത്ര ഇഷ്ടത്തോടുകൂടെ ബാങ്കിന് കൊടുക്കുക എന്ന് പറഞ്ഞാലും പലിശ തന്നെയാണ്, ഹറാമ് തന്നെയാണ്. ഒരാൾ വെറുതെ പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ബാങ്കുകാർക്കും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല, പിന്നെ എന്താ പ്രശ്നം? അത് പ്രശ്നമാണ്. ശരീഅത്ത് നിഷിദ്ധമാക്കിയതിനെ നമുക്കതിനെ ജസ്റ്റിഫൈ ചെയ്യാനോ സാങ്ഷൻ ചെയ്യാനോ ഉള്ള അധികാരമില്ല. നമ്മൾ അള്ളാഹുവിന്റെ നിയമത്തെ വഴിപ്പെടുന്നവരാണ്. അതിനാണ് മുസ്ലിം എന്ന് പറയാം. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? The one who submits to the will of Allah. അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് നമ്മളെ സമർപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നമ്മുടെ നാട്, നമ്മുടെ ജീവിത സാഹചര്യം, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ സാമ്പത്തിക അവസ്ഥകൾ എന്തോ ആകട്ടെ, ഹലാല് കൊണ്ട് അല്ലാഹുവേ ഐശ്വര്യം തരണേ, ഹലാല് കൊണ്ട് എനിക്ക് നീ പരിഹാരം തരണമേ എന്ന് റബ്ബിനോട് ചോദിച്ച്, അള്ളാഹുവിനോട് ഹലാല് കൊണ്ട് ഐശ്വര്യം നമ്മൾ ചോദിക്കും. അത് ചോദിക്കാതെ നമ്മൾ ബാങ്കിലേക്ക് ഓടുകയാണ്. ആകെ നോക്കുന്നത് എന്താണെന്നറിയോ? എവിടെയാണ് പലിശയുടെ റേറ്റ് കുറവുള്ളത്? സുബ്ഹാനല്ലാഹ്, അത് 0.01% ആണെങ്കിൽ പോലും പലിശയാണ്. തൗബ ചെയ്ത് മടങ്ങേണ്ട വലിയ തെറ്റാണത്. അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിക്കലാണ്. പടച്ചതമ്പുരാൻ സംവിധാനിച്ച ഒരു മനുഷ്യത്വത്തിന്റെ ഒരു സൊസൈറ്റി ഉണ്ട്. മുതലാളിമാർ പാവങ്ങളെ കാർന്നു നിന്നൊരു എത്ര ആളുകൾ ലോൺ എടുത്ത് കുടുങ്ങുന്നുണ്ട്. 10 ലക്ഷമായി ലോൺ എടുത്തിട്ടുണ്ടാവും. എത്ര കൊല്ലമായി അടക്കാൻ തുടങ്ങിയിട്ട് ആ 10 ലക്ഷം എടുത്തതിന് 20, 25, 35 അടക്കേണ്ടി വന്ന് സ്വന്തം വീടും പറമ്പും ജപ്തി ചെയ്യപ്പെട്ടു പോകുന്ന എത്ര ആളുകളുണ്ട്? അതിന്റെ ദുരന്തം നമ്മൾ അറിയുന്നുണ്ടോ? ക്രെഡിറ്റ് കാർഡുകൾ നിസ്സാരമാണെന്ന് വിചാരിക്കുന്നുണ്ടോ നമ്മുടെ ചെറുപ്പക്കാർ?
ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ വേണ്ടി ഓടുകയാണ്. എന്നിട്ട് ഒരു സ്വൈപ്പ് ചെയ്യുമ്പോൾ രസമുണ്ട്, വിചാരിക്കുന്നത് വെറുതെ തരാൻ ബാങ്കുകാരൻ, തിരിച്ചടക്കണ്ടേ? അടക്കാൻ പറ്റാതെ ഡീഫോൾട്ടായിട്ട് കുടുങ്ങിയിട്ട് പലിശക്കുമേൽ പലിശ വന്ന് കിട്ടുന്ന വരുമാനം മുഴുവനും ബാങ്കിൽ കൊണ്ടുപോയി കെട്ടിവെച്ചിട്ട് പോലും തീരാ ദുഃഖം അനുഭവിക്കുന്ന എത്രയോ ആളുകൾ ഈ ഉമ്മത്തിലുണ്ട്, ഉമ്മത്തല്ലാത്തവരിൽ നമ്മുടെ രാജ്യത്തുണ്ട്, ലോകത്തുണ്ട്. എത്ര രാജ്യങ്ങൾ ബാങ്ക്രപ്റ്റായി, എത്ര സംവിധാനങ്ങൾ ബാങ്ക്രപ്റ്റായി. മനുഷ്യന് ചെയ്യാൻ പറ്റില്ല ഇത്. ഈ പലിശ സംവിധാനം മനുഷ്യനെ കാർന്നു തിന്നുന്ന വിഷമാണ്. ഇത് നമ്മളെങ്കിലും തിരിച്ചറിയണം. ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ സംവിധാനത്തെ പൊളിക്കുകയോ തകർക്കുകയോ അല്ല നമ്മൾ പറയുന്നത്. മനുഷ്യത്വം കാണിക്കണം. കുടുങ്ങിപ്പോയി, നിങ്ങൾക്കും പടച്ചവനും തമ്മിൽ അള്ളാഹുവിനോട് ബോധിപ്പിക്കാൻ പറ്റുന്ന ഒരു കാരണം നിങ്ങളുടെ മുമ്പിലുണ്ട്. അള്ളാഹുവേ, ഒരാളും എന്നെ സഹായിച്ചില്ല റബ്ബേ. ഞാൻ പലരോടും ചോദിച്ചു, പലരോടും ഞാൻ കൈനീട്ടി, ആരും എന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല റബ്ബേ. എൻ്റെ മുമ്പിൽ ഒരു ബാങ്കിനെ സമീപിക്കുകയോ പലിശയ്ക്ക് പൈസ വാങ്ങുകയോ മാത്രമായിരുന്നു റബ്ബേ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന പരിഹാരം എന്ന് റബ്ബിനോട് നിങ്ങൾക്ക് ബോധിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുസ്ലിമിന് അതിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഹറാം ഹലാലാകുന്ന സമയങ്ങളുണ്ട്, അത് നിർവചിക്കാൻ പറ്റാത്ത കാരണങ്ങൾ. അത് നിങ്ങൾക്കും പടച്ചോനെ പറയാൻ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാവിപത്തിൽ നിന്ന് നമ്മൾ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്ത് ആദ്യമായി മഹാനവറുകൾ ഹജ്ജിന് പുറപ്പെട്ടപ്പോൾ മഹാനവറുകളുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ വന്ന നൂറുകണക്കിന് സ്വഹാബിമാരും താബിഈങ്ങളുമുണ്ട്. മഹാനവറുകൾ ഒട്ടകപ്പുറത്തുനിന്ന് അനുയായികളെ നോക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട് അവിടെ ഒരുമിച്ച് കൂടി. മുഴുവൻ ആളുകളും ആകാംക്ഷയോടുകൂടെ ആ മഹാനേതാവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. 2.5 വർഷം മാത്രം ഭരണം നടത്തിയ മഹാനായ അമവി ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി, മുജദ്ദിദുൽ ഉമ്മത്തി ഫിൽ ഖർനിൽ അവ്വൽ, 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് എന്ന് ഇജ്മാഇൽ ഉലമ, പണ്ഡിതന്മാരുടെ മുഴുവൻ ഏകാഭിപ്രായമുള്ള ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. കുട്ടി വാപ്പയുടെ കൈപിടിച്ച് വന്നിട്ടുണ്ട് ഒരു താബിഈയായ മഹാന്റെ മോൻ. വാപ്പയോട് പറഞ്ഞു, ഉപ്പാ, ഈ മഹാനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നെനിക്ക് ഉറപ്പാണ്. അപ്പൊ ചോദിച്ചു, മോനെ, അതെങ്ങനെയാ നിനക്ക് മനസ്സിലായത്? കണ്ടില്ലയോ ഉപ്പ, ആ മനുഷ്യനോട് എത്ര വലിയ സ്നേഹമാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്, എത്ര ആദരവുണ്ട് നമുക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട്. അങ്ങനെ അള്ളാഹു സ്നേഹിക്കുന്ന ഒരാൾക്ക് മാത്രമല്ലയോ മനുഷ്യർക്ക് മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ സ്ഥാനം അള്ളാഹു നൽകുകയുള്ളൂ. സർവ്വവിശ്വാസികളും ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ അത് അള്ളാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമല്ലയോ എന്ന് കുട്ടി വാപ്പയോട് പറഞ്ഞപ്പോ വാപ്പ പറഞ്ഞു, മോനെ, നിഅ്മമാ തഹദ്ദസ്ത ബിഹി, മോനെ, നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്. ഒരു ഹദീസുണ്ട്, നിനക്കറിയുമോ? ഇന്നല്ലാഹ തആല ഇദാ അഹബ്ബ അബ്ദൻ, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നാദാ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിച്ചു പറയും, യാ ജിബ്രീൽ, ജിബ്രീലേ, ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹ്, എനിക്ക് ഇന്നാലിന്ന ആളെ ഇഷ്ടമാണ്, അതുകൊണ്ട് ജിബ്രീലേ, നിങ്ങളും അവരെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം അവരെ ഇഷ്ടപ്പെടും. ثم ينادي في أهل السماء, ആകാശലോകത്ത് വിളിച്ചു പറയും ജിബ്രീൽ അലൈഹിസ്സലാം, മലക്കുകളെ, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഹിബ്ബൂഹ്, അല്ലാഹുവിന് ഒരാളെ ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങളൊക്കെ അവരെ ഇഷ്ടപ്പെടണമേ. ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ, ആകാശലോകങ്ങളിലെ അല്ലാഹുവിൻ്റെ മാലാഖമാർ ഭൂമിയിലെ ആ മനുഷ്യനെ ഇഷ്ടപ്പെടും. അവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ചിലപ്പോൾ. ثم يوضع له القبول في الأرض, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് ഭൂമിയിൽ ആളുകളുടെ മനസ്സിനുള്ളിൽ ഒരിടം നൽകും, സംതൃപ്തി നൽകും. ആളുകൾക്ക് അവരോട് സ്നേഹം തോന്നുന്നത് അല്ലാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ ഇഷ്ടം, പടച്ചവന്റെ മഹബ്ബത്ത്, അല്ലാഹു പടച്ചുവിട്ട റബ്ബിന്റെ പടപ്പുകളാണ് നമ്മൾ. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഉമ്മയും വാപ്പയും
നമ്മുടെ ഉപ്പമാർ മരിച്ചുപോയ എത്രയോ ആളുകൾ ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചുപോയവർ, അല്ലാഹുവേ, അവരുടെ ഖബറിടങ്ങളെ സ്വർഗ പൂങ്കാവനമാക്കണേ റബ്ബേ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. അറിവില്ലായ്മ കൊണ്ട്, വിവരമില്ലാത്തൊരു കാലം, അറിവ് കുറഞ്ഞു പോയൊരു കാലം, അവരെന്ന് വന്നുപോയ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വന്നുപോയ പിഴവുകൾ അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണമേ. അവർ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസും ആഫിയത്തും കൊടുക്കണമേ. തഖ്വയും ഈമാനും വർദ്ധിപ്പിക്കണേ റബ്ബേ. സ്വന്തം വീട്ടിലെ ഉമ്മയും ഉപ്പയും നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? നമ്മൾ എത്ര വലുതായാലും, നമ്മുടെ ഉമ്മയും വാപ്പയും ജീവിച്ച്, മകന് 60 വയസ്സായിട്ടുണ്ടാവും, ഉമ്മാക്ക് ചിലപ്പോൾ 75-80 വയസ്സ്. എന്നാലും എൻ്റെ ഉമ്മ എന്നോട് സ്നേഹിക്കണം. എന്നെ സ്നേഹിക്കാതെ എൻ്റെ അനുജനെയോ ജ്യേഷ്ഠനെയോ എൻ്റെ പെങ്ങളെയോ എന്താണ് ഉമ്മ? അവരെ മാത്രം ഇഷ്ടപ്പെടുന്നത് ഞാൻ ഉമ്മയുടെ മോന് തന്നെയല്ലേ എന്ന് 60 വയസ്സ് കഴിഞ്ഞാലും ഒരു മോന് ഉമ്മയോട് തോന്നുന്നത് സ്വാഭാവികമാണ് അല്ലേ? എന്തേ ഉമ്മാക്കിന്നോട് ഇഷ്ടല്ലേ? എന്തേ വാപ്പാക്കിന്നോട് ഇഷ്ടല്ലേ? ഉമ്മയും ഉപ്പയും ഒരിക്കലും മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം പിശുക്കരുത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് നമ്മുടെ മാതാപിതാക്കൾ. അവര് നമുക്ക് ജന്മം തന്നവരല്ല, നമ്മുടെ ജന്മത്തിന്റെ കാരണക്കാർ മാത്രം അല്ലേ? അവരാണോ ജന്മം തന്നത്? അല്ല. അവരാ ജന്മം തന്നതെങ്കിൽ ആ കുട്ടിയുടെ ചേലും കോലവും കളറും ഹൈറ്റും വെയിറ്റും സ്വഭാവവും ഒക്കെ നിർണ്ണയിക്കാനുള്ള അധികാരം അവർക്ക് കിട്ടണം. അതില്ലല്ലോ. ഉമ്മാക്ക് പോലും അറിയില്ല ഏത് കോലത്തിലാണ് കുട്ടി വരുന്നത് അല്ലേ? സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഏകദേശം ഇപ്പം മനസ്സിലാവും. പക്ഷേ ഒരു കുട്ടിയുടെ ജെൻഡർ അല്ലെങ്കിൽ കുട്ടിയുടെ സ്വഭാവം, ആ കുട്ടിയുടെ പ്രകൃതം, ആ കുട്ടിയുടെ നേച്ചർ, ഇതൊന്നും ഡിസൈൻ ചെയ്യാൻ ഒരു ഉമ്മാക്കും ഒരു ഉപ്പാക്കും കഴിയില്ല അല്ലേ? സ്പേം കടക്കുന്നു, എഗ്ഗുമായി കൂടിച്ചേർന്ന് സൈഗോട്ടായി മാറുന്നു. ഈ കുഞ്ഞ് ആണായിട്ടാണോ പെണ്ണായിട്ടാണോ രൂപപ്പെടുന്നത് എന്ന് പോലും ആദ്യ കാലങ്ങളിൽ നമുക്കറിയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. നമ്മുടെ മാതാവും പിതാവും നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് കൊതിക്കുന്നതിലേറെ നമ്മെ പടച്ച അല്ലാഹു നമ്മളെ സ്നേഹിക്കണം എന്ന് നമ്മൾ കൊതിക്കാറുണ്ടോ? നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ശരിക്കങ്ങ് ബോധിച്ചാൽ ഇസ്ലാം നമുക്ക് ആനന്ദമായിട്ട് മാറും, നിസ്കാരം നമുക്ക് ആനന്ദമായിട്ട് മാറും. പലിശ വേണ്ട എന്നത് എനിക്കത് വേണ്ട എന്നാകും. മ്യൂസിക്കും ഡാൻസും ഇതുപോലുള്ള പരിപാടികളൊന്നും എനിക്ക് വേണ്ട. എൻ്റെ റബ്ബിനത് ഇഷ്ടമല്ല, എൻ്റെ മെഹബൂബിന് ഇഷ്ടമുള്ളത് മതി എനിക്ക് എന്ന് തോന്നുന്നിടത്തേക്ക് നമ്മുടെ ഖൽബുകളെ കൊണ്ടെത്തിക്കാൻ കഴിയും. അതിന് വേണ്ട എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റണം. ആ സ്നേഹം നമുക്ക് കിട്ടണം. നമ്മൾ പടച്ചവനെ സ്നേഹിക്കും വേണം. നമ്മളെപ്പോഴും പടച്ചവനെ കോത്താമ്പിയായിട്ടാണ് കാണുന്നത്. വെറും പേടിക്കാനുള്ള ആളായിട്ട്, സ്നേഹിക്കപ്പെടാനുള്ളവനായി അള്ളാഹു മെഹബൂബാണെന്ന് നമ്മൾ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അള്ളാഹു മെഹബൂബാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ബഖറയിലെ വളരെ മനോഹരമായ ഒരു ആയത്തുണ്ട്, 165-ാമത്തെ ആയത്ത്. ഞാനതാണ് ഓതി വെച്ച് തുടങ്ങിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله. അല്ലാഹുവേതര ദൈവങ്ങളെ പ്രാർത്ഥിക്കുകയോ പൂജിക്കുകയോ ചെയ്യുന്നവർ ആ ദൈവങ്ങളെ പടച്ചവനെ സ്നേഹിക്കുന്ന പോലെ അതിലേറെയോ സ്നേഹിക്കുന്നവരാണ്. ദൈവഭയമോ മതമോ സംസ്കാരമോ ചിന്താധാരകളോ ഫിലോസഫിയോ ഒന്നുമില്ലാതെ ജീവിക്കുന്നവർ പോലും പണത്തെയോ പെണ്ണിനെയോ ലക്ഷറിയെയോ ആഡംബരത്തെയോ കളികളെയോ കലകളെയോ അവർ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹം മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹു നൽകുന്നൊരു വികാരമാണ്. ആ വികാരം പ്രകടിപ്പിക്കേണ്ടിടത്ത് പ്രകടിപ്പിക്കാതിരുന്നാൽ അത് വഴിമാറിപ്പോകുന്നത് സ്വാഭാവികം. വല്ലദീന ആമനൂ, അല്ലാഹുവിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? വല്ലദീന ആമനൂ, നമ്മളതിൽ പെടില്ലേ? വല്ലദീന ആമനൂ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ സ്വഹാബി പറയുമായിരുന്നു, ഇദാ സമിഅ്തും കലാമല്ലാഹ്, അല്ലാഹു നിങ്ങളോട് യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ എന്ന് വിളിക്കുന്നത് കേട്ടാൽ ഫഅറൂ സമഅകും, നിങ്ങളുടെ ചെവി മുഴുവൻ കൊടുക്കണേ. അത് നിങ്ങളെയാണ് വിളിക്കുന്നത്. അത് അല്ലാഹു നിങ്ങളോടൊരു നല്ല കാര്യം പറഞ്ഞു തരാനും
നിങ്ങൾക്ക് ഉപദ്രവമാകുന്നത് ചെയ്യരുത് എന്ന് പറയാനും നിങ്ങളെ വേറിട്ട് നേരിട്ട് വിളിക്കുന്നൊരു വിളിയാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന ആയത്തുകൾക്ക് പ്രത്യേകം ശ്രദ്ധ കൊടുക്കണേ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അത് നമ്മളെയാ വിളിക്കണത്. ജനറൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അത് യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. അതെല്ലാവരും പെടും. മക്കയിലിറങ്ങിയ ആയത്തുകളൊക്കെ ഏകദേശം യാ അയ്യുഹന്നാസ് എന്നാ തുടങ്ങുക. മദീനയിൽ ഇറങ്ങിയ ആയത്തുകളൊക്കെ യാ അയ്യുഹല്ലദീന ആമനു അല്ലെങ്കിൽ യാ അഹ്ലൽ കിതാബ് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സത്യവിശ്വാസികളുടെ പ്രത്യേകത എന്തെന്നറിയണേ, അവർ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ്. നമ്മളങ്ങനെയാണോ? നമ്മളെ പറ്റിയപ്പോ പറയണത് നമുക്ക് അല്ലാഹുവിനെ ഭയങ്കര ഇഷ്ടമാണ്. فإننا نشهدك يا الله ونشهدك ونشهد حملة عرشك بأننا نحبك يا الله ونحب رسولك. അല്ലാഹുവേ, നീ അതിന് സാക്ഷിയാണ് റബ്ബേ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നു റബ്ബേ. അല്ലാഹുവേ സ്വീകരിക്കണമേ. അല്ലാഹു സ്വീകരിക്കട്ടെ. അതിൻ്റെ ചില അടയാളങ്ങളിലേക്ക് കടന്നു വരാം. സ്നേഹത്തിന് ചില സ്നേഹം ഡിഫൈൻ ചെയ്യാൻ പറ്റൂല. വാട്ട് ഈസ് ലവ്? സ്നേഹം എന്ന് അതിന് ഡെഫിനിഷൻ ഇല്ല. ദർ ഇസ് നോ ഡെഫിനിഷൻ ഫോർ ലവ്. സ്നേഹത്തിന് ഡെഫിനിഷൻ ഇല്ല. എന്താ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കാൻ പറ്റൂല. സ്നേഹിച്ചാ പിന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് അതിൻ്റെ ചില തഅസ്സുറാത്തുകൾ പറയാം, അതിൻ്റെ ചില ആഫ്റ്റർ മാച്ച് ഇഫക്റ്റുകൾ പറയാന്നല്ലാണ്ട് സ്നേഹം എന്താണ് എന്ന് നിർവചിക്കാൻ പറ്റൂല. ആർക്കെങ്കിലും നിർവചിക്കാൻ പറ്റുമോ? എന്താ സ്നേഹം എന്ന് പറഞ്ഞാൽ? നിർവചനം ഉണ്ടോ? ആരത്തെ റെഡി ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ, ഒന്ന് കൈവയ്ക്കാൽ മതി. വാട്ട് ഈസ് ലവ്? മൽ ഹുബ്, മഹബ്ബത്ത് ക്യാ ചീസ് ഹൈ? അതിന് ഹുബ്ബുലില്ലാ, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കാൻ. അപ്പോഴും സ്നേഹം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറയും. ഈ സ്നേഹം എന്താണ്? സ്നേഹം വാട്ട് യു മീൻ ബൈ ലവ് ഓഫ് അല്ലാഹ്? ഉത്തരണ്ടോ? ഉത്തരം പറയാൻ കഴിയൂല എന്നാ. അത് അനുഭവമാണ്. അത് അനുഭവമാണ്. ചിലത് അങ്ങനെ അനുഭവിക്കാനേ പറ്റൂ. അത് വിശദീകരിച്ചാൽ കൊളായി പോകും. സ്നേഹം അങ്ങനെയാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അവർക്ക് വീടുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ചങ്ങാതിമാരുണ്ട്, ബെസ്റ്റുകളുണ്ട്, അവർക്ക് എല്ലാവരുമുണ്ട്, ക്രഷുണ്ട്. എന്നാൽ അവരുടെ സ്നേഹത്തിലെ ഏറ്റവും വലിയ സ്നേഹം അവർ കൊടുക്കുന്നത് അത് അല്ലാഹുവിനാണ്. സത്യവിശ്വാസികൾ അങ്ങ് അവർ അല്ലാഹുവിനെ ഭയങ്കര സ്നേഹിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ മക്കളെ പഠിപ്പിക്കലൊക്കെ പേടിച്ച് പള്ളിക്ക് തന്നെ വരുന്നില്ല അള്ളാഹിനെ പേടിച്ചിട്ടേ. സുബ്ഹാനല്ലാഹ്. അമ്മാര് പേടിപ്പിച്ചാൽ എന്ത് ചെയ്യും? അള്ളാഹുവിനെ സ്നേഹിക്കാൻ കൂടെ പഠിപ്പിക്കണം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം, അള്ളാഹുവിനെ മഹബ്ബത്ത് വെക്കണം. وَمِنَ النَّاسِ مَن يَتَّخِذُ مِن دُونِ اللَّهِ أَندَادًا. ജനങ്ങളിൽ അള്ളാഹുവിനെ മാറ്റിവെച്ച് ഒരുപാട് പ്രേമഭാജനങ്ങളെ കൊണ്ടു നടക്കുന്നവരുണ്ട് ജനങ്ങളിൽ. وَمِنَ النَّاسِ مَن يَتَّخِذُ مِن دُونِ اللَّهِ أَندَادًا يُحِبُّونَهُمْ كَحُبِّ اللَّهِ. അള്ളാഹുവിനെ സ്നേഹിക്കേണ്ട പോലെ എങ്ങനെയാണോ റബ്ബിനെ സ്നേഹിക്കേണ്ടത് അതുപോലെ ഈ കളിക്കാരെയും പ്ലേയേഴ്സിനെയും സ്റ്റാറുകളെയും സെലിബ്രിറ്റികളെയും ഒക്കെ സ്നേഹിക്കുന്നവർ മനുഷ്യരിലുണ്ട്. യഥാർത്ഥല്ലേ? ഉണ്ട്. ചിലർക്ക് വണ്ടിയോട് ഭയങ്കര സ്നേഹക്കാരൻ, അത് തോത്തി തുടച്ച് അയിമൊരു വര വീണാന്ന് ഉറങ്ങൂല. അങ്ങനത്തെ ആൾക്കാരില്ലേ? പുതിയത് ഷോറൂമിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ അന്ന് കാവലിരിക്കും, ഉറങ്ങൂലെന്ന്. അല്ല പൂച്ചറ്റ സ്ക്രാച്ച് ചെയ്താലാന്ന് വിചാരിച്ചിട്ട് ഭയങ്കര അങ്ങ് അത്രയൊന്നും ഓവറാവരുത്. ആകെ ഇരുമ്പിന് പെയിന്റ് അടിച്ചതാ അല്ലേ? അത് കുത്തും പൊളിയും പലതും സംഭവിച്ചേക്കും. അത്രയൊക്കെ വില കൊടുത്താൽ മതി. പടച്ചോനെ സ്നേഹിക്കണ പോലെ ഒരു വസ്തുവിനെയും ഒരാളെയും ഒന്നിനെയും ഒരു മുഅ്മിനെ സ്നേഹിക്കാൻ പറ്റൂല. നമ്മൾ സ്നേഹം കൊടുക്കും, എല്ലാവരും സ്നേഹിക്കുന്നവരാ. അള്ളാഹിനെ സ്നേഹിക്കണ പോലെയാണോ അത്? അല്ല. വല്ലദീന ആമനൂ, എന്നാൽ അല്ലാഹുവിനെ നെഞ്ചിലേറ്റി വിശ്വസിച്ചിരിക്കുന്ന ആളുകൾ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവർ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ്. ആ ഹുബ്ബിലേക്ക് നമുക്ക് എത്തണം. وَمِنَ النَّاسِ مَن يَتَّخِذُ مِن دُونِ اللَّهِ أَندَادًا يُحِبُّونَهُمْ كَحُبِّ اللَّهِ
വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അല്ലാഹുവിനെ അങ്ങോട്ട് സ്നേഹിക്കുക എന്നാ ഖുർആൻ പറഞ്ഞത്. റബ്ബ് ഇങ്ങോട്ട് സ്നേഹിക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? അല്ലാഹുവിന്റെ സ്നേഹം ഇങ്ങോട്ടുണ്ടോ എന്ന് അറിയണ്ടേ? അറക്കലെ ബീവിനെ കെട്ട അരസമ്മതം എന്ന് പണ്ട് പറഞ്ഞിരുന്നു. അപ്പൊ ചങ്ങായി പറഞ്ഞെടുക്കുക, അറക്കലെ ബീവിന്റെ കല്യാണം ശരിയാവും, അരസമ്മതം. അപ്പോൾ ഓന് സമ്മതമായിക്കണേ ആയിട്ടുള്ളൂ, ബീവിക്ക് സമ്മതമായിക്കണത് ഇതുവരെ ആയിട്ടില്ല, അരസമ്മതമായിട്ടെന്ന് പറഞ്ഞ് നടക്കുക. അതോട് കാര്യം നടക്കുമോ? അള്ളാഹുവിന്റെ സ്നേഹം ഇങ്ങോട്ടും കിട്ടണ്ടേ? അത് കിട്ടുന്നുണ്ടോന്ന് എങ്ങനെ അറിയും? അതിന് അടയാളങ്ങളുണ്ട്. നമ്മുടെ ജീവിതം അതിന്റെ അടയാളമാണ്. പരിശുദ്ധരായ ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ഹമാഹു ദുനിയാ. അള്ളാഹുവിന്റെ ദിവ്യമായ സ്നേഹം ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ, അവന്റെ അടിമകളിൽ അവൻ ഇഷ്ടപ്പെടുന്ന ആണിനെയും പെണ്ണിനെയും അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ, ആ ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട്, ഈ സദസ്സിലുണ്ട്, നമ്മുടെ മഹല്ലിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. എന്ത് ചെയ്യുന്ന? ഹമാഹുദ്ദുന്യാ, ഭൗതികമായ സുഖ സൗകര്യങ്ങൾ അള്ളാഹു നൽകാതെ അള്ളാഹു അവരെ തടഞ്ഞു വെച്ച് നിർത്തും. കമായദല്ലു അഹദുക്കും യഹ്മീ സഖീമഹുൽ മാ. ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ, ആൻജിയോ ചെയ്തു കഴിഞ്ഞാൽ ബ്ലോക്ക് തീർക്കൂലേ? ഡോക്ടർമാര് പറയും, ഉമ്മാക്ക് അല്ലെങ്കിൽ വാപ്പാക്ക് 3 ആഴ്ചയോ 1 മാസത്തിനോ 1 കപ്പ് വെള്ളമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയും അല്ലേ? ഉമ്മ പറയും, മക്കളെ വെള്ളം തരും, ഉമ്മാക്ക് ദാഹിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു, ഉമ്മ തരാൻ പറ്റില്ല എന്ന്. ഉമ്മ കുറെ കട്ട് കുടിക്കാൻ വേണ്ടി നോക്കും, അല്ലെ വാപ്പ പോയിട്ട് ആരും കാണാതെ കുടിച്ചേക്കും. ബ്ലഡ് ലൂസാവാനുള്ള മരുന്ന് കൊടുത്തിരിക്കുകയാണ്, അതിലേക്ക് വെള്ളം കൂടെ കയറി ചെന്നാൽ അപകടം സംഭവിക്കും. അതുകൊണ്ടുമ്മ വെള്ളം കുറച്ചേ കുടിക്കാവൂ, 1 മാസത്തേക്ക് 2 മാസത്തെ, അത് കഴിഞ്ഞാൽ പിന്നെ കുടിക്കാം. അതുവരെ നിങ്ങൾക്ക് വെള്ളം ലിമിറ്റഡാണ്. 2 കപ്പ്, 1 കപ്പ്, 3 കപ്പ്, അതിനപ്പുറം ഒരു ദിവസം കുടിച്ചേക്കരുത്. ഇത് പറഞ്ഞാൽ പിന്നെ ദാഹം വരും. ഇങ്ങനെയാണ് കൊറോണക്ക് അങ്ങനെയല്ല കുടുങ്ങിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ മുട്ടുകയാണ്. അങ്ങനെ പോലീസുകാരെന്ന് അടി കൊണ്ടിട്ട് തിരിച്ചു വരികയാണ്. ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ തോന്നും. ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടെയും പോയില്ല എന്ന്, 2 ആഴ്ചക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയില്ല എന്ന് വരും. പക്ഷെ ഇറങ്ങരുത് എന്ന് പറഞ്ഞവരടങ്ങാറാണ് അല്ലേ? പള്ളികളൊക്കെ ഉണ്ട്, ജനൽ ഇവിടെ തുപ്പരുത്, അവിടെ തന്നെ പോയി തുപ്പും. എന്താ ഇപ്പോൾ ഇതേക്കാനെന്ന് വെച്ചിട്ടില്ലേ? അപ്പോൾ ഒരു ചിത്താന്തമാണ്, അല്ലെങ്കിൽ ഒരു കിർക്കാണ് ചില ആളുകൾക്ക്. ചില കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യണമെന്ന് തോന്നും. വെള്ളം കുടിക്കരുത് എന്ന് ഡോക്ടർമാര് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ രോഗികൾക്ക് പച്ചവെള്ളം കൊടുക്കാതെ നിങ്ങൾ അവരെ തടഞ്ഞു നിർത്തുന്ന പോലെ അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഭൗതിക സൗകര്യങ്ങൾ കൊടുക്കാതെ അള്ളാഹു തടഞ്ഞു വെക്കുന്നുണ്ട്. അത് അള്ളാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൈസ ഉണ്ടാവില്ല എന്നല്ല അതിനർത്ഥം. അള്ളാഹു പൈസ കൊടുക്കുന്ന അവൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ദുന്യാ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, സമ്പത്ത്, നമ്മുടെ വാഹനം, വീട്, നമ്മുടെ നാട്, മലകള്, പർവ്വതം, ആകാശം, മനോഹരമായ കാഴ്ചകള്, ഇതൊക്കെ ആലമാണ്, ഈ ലോകമാണ്. ദുന്യാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ഇതിനെ അനുഭവിക്കുന്നത് അതിനാണ് ദുന്യാവ് എന്ന് പറയാം. ദുന്യാവ് അള്ളാഹിന്റെ ദൃഷ്ടാന്തമാണ്, ആലം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ആലം, ലോകം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. പക്ഷേ ദുന്യാവ് എന്ന് പറയുന്നത് our experience of this world, നമ്മൾ എങ്ങനെയാണോ ഈ ലോകത്തെ അനുഭവിക്കുന്നത് അതിനാണ് ഈ ദുന്യാവ് എന്ന് പറയാം. എന്നല്ലാതെ പൈസക്ക് ദുന്യാവ് എന്ന് പറയില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 1000 ഒട്ടകങ്ങളെ ദീനിന് സ്വതക്ക കൊടുത്തു. പൈസ ഇല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ? ആളുകൾ ഹജ്ജിനും ഉംറക്കും പോകുന്നില്ലേ? അള്ളാഹ് പൈസ കൊടുത്തോണ്ടല്ലേ ചെയ്യാൻ പറ്റുന്നത്. ദാനം, നമ്മളെ പള്ളികളും ഈ സ്ഥാപനവും നമ്മുടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റി ഒക്കെ ഇവിടെ ഉണ്ടായില്ലേ? പൈസ ഉണ്ടായിട്ടില്ലേ? അത് നേരെ മറിച്ച് അതിലേക്ക് മനസ്സ് കൊടുക്കുക. മനസ്സ് മുഴുവൻ പൈസയുടെ പിന്നാലെ, ആകെ ചിന്ത പൈസയാണ്. വീട്, പറമ്പ് വാങ്ങിക്കുക, സ്ഥലം എടുക്കുക, വീടുണ്ടാക്കുക, വാഹനം മേടിക്കുക, ഭക്ഷണം കഴിക്കുക, കറങ്ങുക, ഇത്ര തന്നെ ആഗ്രഹമുള്ളൂ. മരണം ചിന്തിക്കാൻ പോലും കഴിയില്ല, ആഖിറം ആലോചിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ നടക്കുന്നതിനെയാണ് ദുന്യാവ് എന്ന് പറയാം. അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ടവർക്ക് ആ ബോധം കൊടുക്കൂല. അവർക്ക് പൈസ ഉണ്ടോ? ഇത് അള്ളാഹ് തന്ന പൈസയാണ്, ഫീ സബീലില്ലാഹ്. അല്ലാത്തവൻ പിശുക്കും, തരാൻ പറ്റൂല എന്ന് പറയും അല്ലേ? അങ്ങനെയാണ്. നമ്മുടെ കച്ചവടക്കാർക്ക് എത്ര ഉണ്ട് ഇവിടെ? നല്ല റാഹത്തിൽ കച്ചവടം നടക്കുമ്പോൾ ആരെങ്കിലും വല്ല വിവരം പറയോ? ഇല്ല. കച്ചവടം മോശമായോക്കണം, നാട്ടുകാർ മുഴുവൻ അറിയും. കച്ചവടം എല്ലാം ആകെ മാർക്കറ്റ് ഡൗൺ ആണ്, എല്ലാവരും അറിയും അല്ലേ? ഗൾഫിലൊക്കെ അങ്ങനെയാണ്, നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ്. വലിയ പൈസക്കാരാണ്, റാഹത്താണെന്നൊക്കെ പറഞ്ഞ് നടക്കണവരടുത്ത് ഒരു റെസീറ്റ് നോക്കിയിട്ട് ചെന്നാൽ മനസ്സിലാക്കാം ഓരോ പായര എത്രയാണെന്ന് അല്ലേ? നമുക്ക് പള്ളിക്ക് ഒരു പിരിവുണ്ട്, ഒരു 100 രൂപ തരണേ എന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കാനുണ്ട്, ഇവിടെ കൊടുക്കാനുണ്ട്, അത് കടം, ഇത് കടം. അപ്പം മനസ്സിലാവും യഥാർത്ഥത്തിൽ എന്താ നടക്കുന്നത് എന്ന്. അതുവരെ
നമുക്കറിയാൻ പറ്റൂല. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ നിനക്ക് പ്രയാസം ഉണ്ടെങ്കിലും അള്ളാഹുവിന് വേണ്ടിയല്ലേ, പടച്ചോൻ തരും. കുറച്ച് ലാഭമൊക്കെ കുറവാണ്, എന്നാലും സാരമില്ല, അള്ളാഹു എനിക്ക് തരും, ഇതിന്റെ ബറക്കത്ത് അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ്, എടുത്തോളൂ എന്ന് പടച്ചതമ്പുരാന് വേണ്ടി ദാനം ചെയ്യാനുള്ളൊരു മനസ്സ് അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്കേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. ആ ബോധം മുഅ്മിനേ വരുള്ളൂ. മറ്റേത് ഞാൻ ഉണ്ടാക്കിയതെന്ന് ചെലവഴിക്കുകയാണെന്ന് അവർക്ക് തോന്നുക. ഇത് എനിക്ക് നൽകപ്പെട്ടതാണ്, ഇത് എനിക്ക് നൽകപ്പെട്ടതാണ്, അള്ളാഹു തന്നതാണ്, അതിൽ നിന്നാണ് ഞാൻ ചെലവഴിക്കുന്നത് എന്ന് തോന്നുന്നത് മുഅ്മിന് മാത്രമേ ഉള്ളൂ. അല്ലാത്തവർക്ക് തോന്നൂല, നിന്റെതല്ലേ, ഞാൻ അധ്വാനിച്ചതല്ലേ എന്ന്. അള്ളാഹ് അതുകൊണ്ട് അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ അടയാളം, ഒരുപക്ഷെ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം, ഈ ലോകം അനുഭവിക്കാൻ അള്ളാഹു ഒരു മനുഷ്യന് അവസരം കൊടുക്കുന്നില്ല. ഈ ലോകം പരലോകത്തിന് ഉപയോഗിക്കാനാണ് അവസരം കൊടുക്കുന്നത്. ഈ ലോകത്ത് ഇവിടെയാണ് സുഖം, ഇതാണ് ജീവിതം, ഇത് അവസാനത്തെ ചാൻസ് ആണ്, ലാസ്റ്റ് ചാൻസ്. ചെറുപ്പക്കാരൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നത്. അടിച്ചു പൊളിക്കുക, ചോദിക്കാനും പറയണമെന്ന് ആരുമില്ല. ഇത് പറയുന്ന ഐഡിയോളജി, അത്തരം രാഷ്ട്രീയ സംഘടനകൾ ഇത്തരം സ്ലോഗനുമായി കടന്നു വന്ന എല്ലാവരും കയറി കൂടും. എല്ലാവർക്കും അതല്ലേ വേണ്ടത്. റോഡിലൂടെ വണ്ടിയുടെ തോന്നിയ പോലെ ഓടിച്ചോ, റൈറ്റും ലെഫ്റ്റും സിഗ്നൽ ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞാൽ ആൾക്കാർ അതല്ലേ കേൾക്കുള്ളൂ. മറ്റേ അവിടെ ബ്രേക്ക്, അവിടെ നിർത്തണം, ക്യൂ പാലിക്കണം, റെഡ് വന്നാൽ അവിടെ നിർത്തണം, ബ്രേക്ക് ചെയ്യണം, മുമ്പിലെ വണ്ടിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ നിയമങ്ങളുണ്ടെങ്കിൽ അത് പ്രയാസമാണ്. ഒരാളെ ഒന്നും അടിച്ച് തെറിപ്പിച്ച് പോയിക്കോ, പക്ഷെ അതുകൊണ്ട് വല്ലതും നടക്കുമോ? താറുമാറാവില്ലേ? ജീവിതം ദുസ്സഹമാവില്ലേ? അള്ളാഹുവിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തല്ലേ? അത് അള്ളാഹുവിന്റെ നിയമങ്ങളെ അനുസരിക്കുകയല്ലേ നമ്മൾ വേണ്ടത്? അതിനല്ലേ അള്ളാഹു കാരുണ്യവാനായ റബ്ബ് ഖുർആന്റെ ആയത്തുകൾ, സൂറകൾ ആരംഭിക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് കാരുണ്യവാനായ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന നിയമങ്ങളാണ്. ഇത് ക്രൂരനായ പടച്ചവനല്ല നിങ്ങളോട് പറയുന്നത്, കാരുണ്യവാനാ പറയുന്നത്. നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയാണ് നിങ്ങൾ നിസ്കരിക്കണേ എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ സമാധാനം കിട്ടാനാണ്. നിങ്ങളോട് അരുത് എന്ന് പറയുന്നത് കാരുണ്യവാനാണ് പറയുന്നത്. നിങ്ങളോട് കുപിതനായ ദേഷ്യപ്പെടുന്ന ഒരു പടച്ചവനല്ല, ഇത് കാരുണ്യവാനാണ് എന്നല്ലേ റബ്ബ് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ ലോകം അനുഭവിക്കണം, എന്നാൽ ഇത് സുഖലോലുപതയുടെ ഒരു രംഗമല്ല എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി അള്ളാഹു നൽകുന്നത് അവരിഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയട്ടെ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി തങ്ങൾ പറയുമായിരുന്നു, ഇന്ന ഉളമൽ ജസാഇ മിൻ ഉളമിൽ ബലാ. പരീക്ഷണങ്ങൾ കൂടുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ പ്രതിഫലങ്ങൾ അള്ളാഹു കൂട്ടിത്തരുന്നത്. വർഷങ്ങളോളം കാത്തിരുന്ന് കിട്ടിയ ഒരു കുഞ്ഞ്, ഒരുപാട് ചികിത്സ നടത്തിയിട്ട് ഉണ്ടായൊരു കുഞ്ഞ്, ആ കുഞ്ഞിനെ സ്നേഹിച്ച് മതി വന്നിട്ടില്ല. അപ്പോഴേക്കും ഒരു പനി വന്ന് കുഞ്ഞിനെ അള്ളാഹു കൊണ്ടുപോകുമ്പോൾ ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന മനസ്സിന്റെ ആഴമേറിയ മുറിവെത്രയാണെന്ന് ഊഹിച്ചുകൂടെ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. യുദ്ധങ്ങൾ നടക്കുന്നിടത്ത് പട്ടിണിപ്പാവങ്ങളായി മനുഷ്യര് റോഡുകളിൽ തലകറങ്ങി മരിച്ചു വീഴുന്നിടത്ത്, മക്കള് ദാഹിക്കുമ്പോ ഉമ്മ വെള്ളം വേണമെന്ന് പറയുമ്പോ മോളെ വെള്ളം തരാൻ ഉമ്മയുടെ കയ്യിലില്ല എന്ന് ഒരു കുഞ്ഞിനോട് മാതാവിന് പറയേണ്ടി വരുന്ന ദുരവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കി. പരീക്ഷണങ്ങളുടെ എണ്ണവും വണ്ണവും കൂടുന്നതിനനുസരിച്ച് അള്ളാഹു അവർക്ക് പ്രതിഫലം വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹ്. കാരണം ഇത് താൽക്കാലികമായൊരു ലോകമാണ്, ഇതൊരിക്കലും ശാശ്വതമായ ലോകമല്ല. എല്ലാവരും മരിക്കും, അത് എപ്പോഴാന്ന് പോലും ആർക്കും അറിയില്ല. അങ്ങനത്തെ ഒരു ലോകമല്ലേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും. അല്ലാഹു ഒരു സമൂഹത്തെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരെ പരീക്ഷണത്തിന് അല്ലാഹു വിധേയമാക്കും. അതുകൊണ്ട് യുദ്ധങ്ങളും പ്രയാസങ്ങളും ഉള്ളിടത്ത്, പ്രതിസന്ധികൾ ഉള്ളിടത്ത് അള്ളാഹു കോപിച്ചത് കൊണ്ടാണ് എന്ന് നമുക്ക് ഒറ്റയടിക്ക് വിധി എഴുതാൻ കഴിയില്ല. അവർ പാപികളാണെങ്കിൽ ആ വരുന്നത് പാപങ്ങൾക്കുള്ള ശിക്ഷയാവാം. അവർ പാപികളല്ലെങ്കിൽ അള്ളാഹു നൽകുന്നത് അവനിഷ്ടപ്പെട്ട മുഹിബ്ബീങ്ങളെ അള്ളാഹു സ്വീകരിക്കുകയാണ്, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകാൻ. ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും. നമ്മളതിന് റെഡിയാണോ? നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിക്കും, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് രോഗം വരും, നമുക്ക് രോഗം വരും. പലരും മരിക്കുമ്പോൾ നമ്മൾ വേദനിക്കും.
നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് വേണ്ടി വേറെ പലരും വേദനിക്കും. ഈ ലോകം അങ്ങനെയാണ്. ഉമ്മ മരിച്ചു, വാപ്പ മരിച്ചു നമ്മൾ പറയും, പിന്നെ നമ്മുടെ മക്കൾ പറയും നമ്മളെ വാപ്പ മരിച്ചു, നമ്മളായിരിക്കും പോവുക. അപ്പോൾ ഇതാണ് ഈ ലോകം. ഈ ലോകത്തെ ദുഃഖങ്ങളില്ലാത്തവരാരാണ്? പ്രയാസങ്ങളില്ലാത്തവരാരാണ്? ഒരു കണ്ണുനീരൊരുക്കേണ്ട ഒരു പ്രശ്നം പോലും ഒരു വീട്ടിലില്ലാത്ത ഏതെങ്കിലും വീടുണ്ടോ? സമ്പന്നനാവട്ടെ പാവപ്പെട്ടവനാവട്ടെ, സത്യവിശ്വാസികളാണോ? സന്തോഷിക്കാം. ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും. അല്ലാഹു ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരെ അല്ലാഹു പരീക്ഷിച്ചിരിക്കും. സഹിക്കാൻ തയ്യാറാണോ? അള്ളാഹിനോട് ഇഷ്ടാന്ന് പറയുമ്പോ സ്നേഹിക്കുന്നവനൊന്നുള്ളി, ഒന്ന് കടിച്ചു, ഒന്ന് വേദനിപ്പിച്ചു, ഒന്ന് മുറിവാക്കി, നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരുത്തം വന്ന് തോണ്ടിയ പ്രശ്നമായിരിക്കും അല്ലേ? യുദ്ധാവൂല ഇവിടെ? എന്തിനാണ് തോണ്ടിയെന്ന് ചോദിക്കുക. ഇവൻ നുള്ളിപ്പിച്ച് മുറിയാക്കിയിട്ടുണ്ടാവും, പക്ഷേ അത് ഇഷ്ടം കൊണ്ടല്ലേ, സാരല്ല. ചെറിയ കുട്ടികളൊക്കെ നമ്മളെ കടിക്കൂലേ? ചിലപ്പോ പല്ലൊക്കെ മുളച്ചു വരുന്ന നേരത്ത് കുട്ടികൾ ആരെങ്കിലും പ്രതികാരം ചെയ്യുമോ മക്കളോട് തിരിച്ച്? അത് പല്ലുണ്ടാകുമ്പോൾ ഒരു ഗിർക്കാന്നല്ലേ പറയാ. ചിലപ്പോൾ കടിയൊക്കെ നല്ല കടിച്ച് നല്ല മുറിയാവും ചിലപ്പോ. എന്തേ? അത് സ്നേഹത്തിന്റെ കടിയാണ്. അപ്പൊ അതിന്റെ വേദന അറിയൂല. അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ പരീക്ഷിക്കും. ആർക്കത് തൃപ്തിയാണോ അവർക്ക് അള്ളാന്റെ തൃപ്തി കിട്ടും. ആ പരീക്ഷണങ്ങളിൽ ആർക്ക് റബ്ബിനോട് ദേഷ്യമാണോ അവർക്ക് അള്ളാന്റെ ദേഷ്യം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം